ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായ കോടതി വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുറ്റ്യാടി കോഴിക്കോട് റോഡിലെ കുഴികൾ കാരണമുള്ള യാത്രാ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി കെ സജീവൻ. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കേരളം പ്രയോജനപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ മുൻ ഭരണസമിതിയുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും കോർപ്പറേഷന്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ ഓഡിറ്റിംഗിന് വിധേയമായിക്കൊണ്ടാണെന്നും ചെയർമാൻ വി കുഞ്ഞാലി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായ കോടതി വിധി സ്വാഗതാർഹമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നജീബ് കാന്തപുരത്തിന് അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുകയാണ്. സത്യം വിജയിച്ചിരിക്കുന്നു, ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. MLA എന്നുള്ളതിലേക്ക് നജീബ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന സമയത്ത് വളരെ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്തു നമുക്ക് അറിയാൻ സാധിക്കും. വിദ്യാഭ്യാസം, സാമൂഹ്യം, സാംസ്കാരികം, അതുപോലെ തന്നെ മറ്റ് തൊഴിൽപരം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അതിനേക്കാളെല്ലാം ഉപരി വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും നജീബ് കാന്തപുരം വലിയ തരത്തിൽ അവിടുത്തെ ജനങ്ങളെ സേവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പം അതിനൊക്കെ കൂടിയുള്ളൊരു അംഗീകാരമായിട്ട് കൂടി ഈ കോടതി വിധിയെ നമുക്ക് കാണാവുന്നതാണ്. നജീബിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ റോഡുകളുടെ കുഴികൾ കാരണമുള്ള യാത്രാ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഓഗസ്റ്റ് 9-ന് ബിജെപി ചക്രസ്തംഭന സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് കാരണം യാത്രക്കാർ ദിവസങ്ങളായി ദുരിതത്തിലാണ്. ദേശീയപാതയിൽ പണി നടക്കുന്നതിനാൽ ഈ റോഡിലൂടെ ഹെവി വാഹനങ്ങൾ കടന്നുപോകുന്നത് യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണെന്ന് വി കെ സജീവൻ പറഞ്ഞു. രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഈ റൂട്ടിൽ അനുഭവപ്പെടുന്നത്. കുറ്റ്യാടി മുതൽ കോഴിക്കോട് വരെയുള്ള 50 കിലോമീറ്റർ ദൂരം റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളിലൂടെയുള്ള ദുരിതയാത്ര അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏതാണ്ട് 3 ദിവസത്തോളം ബസ് മുടങ്ങിയ സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് ഈ റൂട്ടിലാണ്. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ റോഡ് റീടാറിങ് പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് കുറ്റ്യാടി കോഴിക്കോട് റോഡ് ഈ ദുരിതക്കയത്തിലായിട്ട് മാസങ്ങളായി അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ മാറി നിന്നിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതിനെതിരെയും റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടും ബിജെപി സമരത്തിനൊരുങ്ങുകയാണ്. ഓഗസ്റ്റ് 9-ന് രാവിലെ 11 മണി മുതൽ 11:15 വരെ ചക്രസ്തംഭന സമരം നടത്തുമെന്നും വി കെ സജീവൻ പറഞ്ഞു. 5 കേന്ദ്രങ്ങളിലായാണ് സമരം സംഘടിപ്പിക്കുന്നത്. കുറ്റ്യാടി ടൗൺ, പേരാമ്പ്ര, നടുവണ്ണൂർ, കൂമുള്ളി, തലക്കുളത്തൂർ, കച്ചേരി എന്നിവിടങ്ങളിലാണ് സമരം നടക്കുകയെന്നും വി കെ സജീവൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കേരളം പ്രയോജനപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ദുരന്തത്തെ അതീവ ഗുരുതരമായ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും കോഴിക്കോട്ട് ചേർന്ന MDC യോഗം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷ നൽകുമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ യോഗം അഭിപ്രായപ്പെട്ടു. വയനാട് വിലങ്ങാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം പുനരധിവാസവും അനുബന്ധ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും യോജിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രയോജനപ്പെടുത്തണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രസിഡന്റ് C. ചാക്കുണ്ണി പറഞ്ഞു. പ്രതീക്ഷിതതിനു വേഗത്തിലുള്ള സന്ദർശനം ഈ ശനിയാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയുന്നത്. അത് കേരളത്തിന് പൊതുവെയും വർഷങ്ങളായി അവഗണന നേരിട്ട് വരുന്നത് വയനാടിന് പ്രത്യേകിച്ചും ദുരന്തം മൂലം സർവസ്വം നഷ്ടപ്പെട്ടവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. ഭരണ പ്രതിപക്ഷ കക്ഷികൾ യോജിച്ച് പ്രായോഗിക തലത്തിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെ ഇന്ന് കൂടിയ യോഗത്തിൻ്റെ അഭിപ്രായം. വർഷങ്ങളായി വയനാട് അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങളും കൂടി ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കത് നേടിയെടുക്കാൻ കഴിയണം. യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ സുബൈർ കൊളക്കാടൻ, പ്രൊഫസർ ഫിലിപ്പ് K. ആന്റണി, ബേബി കിഴക്ക് ഭാഗം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. K. അയ്യപ്പൻ, സെക്രട്ടറിമാരായ കുന്നോത്ത് അബൂബക്കർ, PI അജയൻ, ട്രഷറർ M. V. കുഞ്ഞാമു, CC മനോജ്, നോവെക്സ് മൻസൂർ, CK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ ഹരിതഭവനം പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന ശില്പശാല വടകര DEO M. രേഷ്മ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സാങ്കേതിക സഹായത്തോടെ ഹരിതഭവനം പദ്ധതി നടപ്പിലാക്കുന്നു. ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകൾ ഹരിതഭവനങ്ങളും വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളുമാക്കി മാറ്റുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ നടത്തിപ്പിനായി വിളിച്ചു ചേർത്ത വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകരുടെ ശില്പശാല വടകര DEO M. രേഷ്മ ഉദ്ഘാടനം ചെയ്തു. എല്ലാ നല്ല കാര്യങ്ങളും വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഈ പൊതുപാഠവും വീടുകളിൽ നിന്നും തന്നെ ആരംഭിക്കട്ടെ എന്നും അവർ പറഞ്ഞു. നമുക്കറിയാം, ഏതൊരു നല്ല കാര്യവും നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ആദ്യ ഗുരു എന്ന് പറയുന്നത് നമുക്ക് അക്ഷരം പറഞ്ഞു തന്ന അമ്മയെന്ന് വിളിപ്പിച്ച നമ്മളെ പാരൻസ് തന്നെയാണ്. അതേപോലെ ആദ്യ വിദ്യാലയവും നമ്മളെ ഭവനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഏറ്റവും മികച്ച കാര്യവും ഭവനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് നമ്മുടെ കുട്ടികളെ നമുക്ക് ബോധവൽക്കരിക്കണം. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ഹെഡ് മാസ്റ്ററോട് ഇതിനു വേണ്ടി സ്കൂളിൽ ഒരു സമിതി, ഹരിതഭവനത്തിൻ്റെ ഒരു സമിതി ഉണ്ടാക്കണം എന്ന് പറയാം. അതിൽ PTA പ്രസിഡന്റ്, ചെയർമാൻ, ഹെഡ് മാസ്റ്റർ, ജനറൽ കൺവീനർ, നിങ്ങൾ ഹരിതഭവനത്തിൻ്റെ സ്കൂൾ തല കോർഡിനേറ്റർ ആയിരിക്കുന്ന നിങ്ങൾ കൺവീനർ. ബാബു പറമ്പത്ത് ഹരിതഭവനത്തെക്കുറിച്ചും മണലിൽ മോഹനൻ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ചും ക്ലാസുകളെടുത്തു. ഫൗണ്ടേഷൻ സെക്രട്ടറി ZA സൽമാൻ, സിസ്റ്റർ ചൈതന്യ, SJ സജീവ് കുമാർ, ബിജോയ് P. മാത്യു തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര.
കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ മുൻ ഭരണസമിതിയുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും കോർപ്പറേഷൻ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഓഡിറ്റിംഗിന് വിധേയമായിക്കൊണ്ടാണെന്നും ചെയർമാൻ വി കുഞ്ഞാലി വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധനാപകരണം ഉൾപ്പെടെയുള്ള കെടുകാര്യസ്ഥത കണ്ടെത്താൻ വേണ്ടി തുടക്കത്തിൽ സാധിച്ചു. നേരത്തെ ഞങ്ങൾ വരുന്ന ഭരണസമിതിക്ക് മുമ്പ് നടന്നിരിക്കുന്ന ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ വിശദമായി ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഈ സ്ഥാപനത്തിന് ചില ആളുകൾ ഇതിനെ ഒന്നുമുതൽ കവർന്നെടുക്കുന്നതിനുള്ള ഉപകരണമാക്കി മാറ്റിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരു വ്യക്തിക്ക് 2 തരം കാർഷിക യന്ത്രങ്ങൾക്കോ ഉപകരണങ്ങൾക്കോ സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാമെന്ന് കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷം സബ്സിഡി ആനുകൂല്യം ലഭിച്ചവർക്ക് ഈ വർഷം ലഭിക്കില്ല. കർഷകർക്ക് നേരിട്ട് www.agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. ഇതിന് സാധിക്കാത്തവർക്ക് വേണ്ടി വേങ്ങേരി കാർഷിക വിപണന കേന്ദ്രത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കർഷകർ അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, പുതിയ ഭൂനികുതി രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, പാൻ കാർഡ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളുടെ ഒറിജിനലും അവയുടെ ഒരു സെറ്റ് വീതം പകർപ്പുകളുമായി വന്ന് രജിസ്ട്രേഷൻ ചെയ്യാം. ആദ്യം ലഭിക്കുന്ന നിശ്ചിത അപേക്ഷകൾക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുക. ആർക്കും എവിടെ വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ ഓൺലൈൻ പോർട്ടലാണ്, വെബ്സൈറ്റ് ഉണ്ട് agrimachinery.nic.in എന്ന് പറഞ്ഞ. പക്ഷെ പല കർഷകരും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാത്തതും, പിന്നെ അതുപോലെ ഇത് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഈ മെഷീനറീസ് ഒക്കെ സെലക്ട് ചെയ്ത ഒരു ടൈമുണ്ട്. ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ലാപ്സ് ആയി പോകും. അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ കോഴിക്കോട് ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ഓഫീസിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. വാർത്താ സമ്മേളനത്തിൽ കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി, കോഴിക്കോട് കോർപ്പറേഷൻ നോഡൽ ഓഫീസർ രാകേഷ് ഗോപാൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PM പ്രജീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രിയ ഗുരുവിന് ശിഷ്യരുടെയും സുഹൃത്തുക്കളുടെയും സ്മരണാഞ്ജലി. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ശരത്ചന്ദ്ര മറാഠയുടെ അനുസ്മരണ ദിനം സംഗീതാർച്ചനയും സംഗീത അനുഭവങ്ങളും കൊണ്ട് ശ്രദ്ധേയമായി. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ശരത് ചന്ദ്ര മറാഠയെ ശിഷ്യർ അനുസ്മരിച്ചു. അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കർണാടക സംഗീതജ്ഞൻ ഹരിപ്പാട് KPN പിള്ള ഉദ്ഘാടനം ചെയ്തു. ശരത് ചന്ദ്ര മറാഠയുമായി ആകാശവാണിയിലും മറ്റുമായി നടത്തിയ ജുഗൽബന്ദി ഉൾപ്പെടെയുള്ള സംഗീതാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഹിന്ദുസ്ഥാനി സംഗീതത്തോടുള്ള നമ്മളുടെ ഭാവം ഉള്ളിൽ വളർത്തിക്കൊണ്ട് തന്നെ കർണാടക സംഗീതം ഞാൻ പഠിച്ചു. അങ്ങനെ എന്നോടൊപ്പം വളർന്ന MG രാധാകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി ഒക്കെ ഒരു ക്ലാസ്സിൽ അങ്ങനെ പഠിച്ചു വന്ന ആളുകൾ. അവർ രണ്ടുപേരും SLC കഴിഞ്ഞ ആലപ്പുഴ SD കോളേജിലേക്ക് പോയി. ഞാൻ മ്യൂസിക് കോളേജിൽ പോയി. പക്ഷേ തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി കച്ചേരി കേൾക്കാൻ നിവൃത്തിയില്ലായി. അവിടെ ഉണ്ട് കർണാടക സംഗീത കച്ചേരി. അല്ല, അവിടെ ആദ്യമേലോ ആ ഭാഗത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കേൾക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തോട് വളരെ കൂടുതൽ താല്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ശരത്ചന്ദ്ര മറാഠയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം അവിടെ എത്തി. വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ മനോജ് കാളൂർ, T വേലായുധൻ, ഇരിങ്ങൽ പ്രഭാകരൻ, ഗിറ്റാറിസ്റ്റ് ജോൺസൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശരത് ചന്ദ്ര മറാഠയുടെ പ്രഥമ ശിഷ്യനും ഗസൽ ഗായകനുമായ അനിൽ ദാസും സംഘവും ഹിന്ദുസ്ഥാനി സംഗീത വിരുന്നൊരുക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. വിട പറഞ്ഞവർക്കായി മിഠായി തെരുവ് കവാടത്തിൽ ദീപം തെളിയിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ദീപങ്ങൾ തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ IAS ആദ്യ ദീപം തെളിയിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ, സംവിധായകൻ VM വിനു, ദുരന്തത്തിൽ ആദ്യ വൈദ്യസഹായവുമായി എത്തിയ ഡോക്ടർ ലോവന മുഹമ്മദ് എന്നിവരും ദീപം തെളിയിച്ചു. നമ്മളെല്ലാവർക്കും അറിയാം, വയനാടിനെ സംരക്ഷിച്ചൊരു 100ഓളം ആൾക്കാർ ജീവൻ പോയി നമ്മളെ ഈ ഡിസാസ്റ്ററിനെ സംബന്ധിച്ചതാണ്. ഇത് വളരെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി, വയനാടിന് വേണ്ടി, നമ്മുടെ മൊത്തം സ്റ്റേറ്റിന് വേണ്ടി ഒരു ഭയങ്കര ദുഃഖത്തിൻ്റെ സമയമാണ്. അത് നമ്മുടെ എല്ലാ ഫോഴ്സുകൾ ബാക്കി നമ്മളെ നല്ല രീതിയിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെപ്പെട്ടവർക്ക് അവിടെ നമ്മുടെ ആൾക്കാർക്ക് ലോസ്റ്റായ സാധനങ്ങൾ, നമ്മളെ നശിപ്പിച്ച സാധനങ്ങളൊക്കെ നമുക്കൊന്നും തിരിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് നമ്മുടെ അവിടെ ഈ ദുഃഖത്തിൻ്റെ ക്ഷണത്തിൽ അവിടെ കൂടി നമ്മൾ നിന്നിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നല്ല കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യണം. എയ്മ സംസ്ഥാന പ്രസിഡന്റ് AK പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവി PK ഗോപി കവിത ആലപിച്ചു. മജീഷ്യൻ പ്രദീപ് ഹുഡിനോ മാജിക് അവതരിപ്പിച്ചു. എയ്മ സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ പൊയിലൂർ, ദേശീയ സെക്രട്ടറി VP സുകുമാരൻ, വനിതാ ചെയർപേഴ്സൺ അനിത പാലാരി, ദേശീയ കമ്മിറ്റി അംഗം ഡോക്ടർ B വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഭാരവാഹികളായ സായിറാം ഹരിദാസ്, മനോജ് കുമാർ പുളയ്ക്കൽ, V ഷിജിത് കുമാർ, നിമ്മി പ്രശാന്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TK സുരേന്ദ്രൻ, സേതുമാധവ പണിക്കർ, മുരളി ബേപ്പൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഹെൽത്ത് കെയർ ശില്പശാല സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയാൻ സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കണമെന്ന് ശില്പശാലയിൽ അഭിപ്രായം വന്നു. സംസ്ഥാനത്ത് ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗം, ക്യാൻസർ എന്നിവ വ്യാപകമാകുന്നത് സംബന്ധിച്ച് പ്രത്യേക പഠനം നടത്താൻ സർക്കാർ തയ്യാറാകണം. ചികിത്സാ രംഗം സാധാരണക്കാരന് അപ്രാപ്യമാകുന്ന സാഹചര്യത്തിൽ PHC, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ നൂതന ചികിത്സാ സംവിധാനം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും ശില്പശാല അഭിപ്രായപ്പെട്ടു. സ്വകാര്യ ആശുപത്രികൾ വഴിയും നടപ്പാക്കിയിരുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ പുനഃസ്ഥാപിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ശില്പശാല ആവശ്യപ്പെട്ടു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ഷരീഫ് ഏലാങ്കോട് അധ്യക്ഷനായിരുന്നു. മെട്രോ ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ MD ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, അൽമാസ് ഹോസ്പിറ്റൽ MD ഡോക്ടർ PA കബീർ, ഡോക്ടർ K ഷഹാദ്, പ്രൊഫസർ ഹാരിസ് ബനു സലീം, PM ഷാഹുൽ ഹമീദ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി നാസിർ പാലുശ്ശേരി എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അതേ ബ്ലോക്ക് തലച്ചോറിൽ ഉണ്ടായി നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. അതേ ബ്ലോക്ക് കാലിലേക്ക് പോയി കഴിഞ്ഞാൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു പറയും. പക്ഷെ ഇതൊക്കെ രോഗം ഒന്നാണ്. അപ്പൊ ഈ രോഗങ്ങളുടെ മൊത്തം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, കിഡ്നി ഡിസീസ്, കാലിലുള്ള ഈ മറ്റേ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയും. ഈ രോഗമാണ് ലോകത്തെ ഏറ്റവും നിൽക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ലോകത്ത് മനുഷ്യന്മാർ മരിക്കുന്നതിന് പകുതിയിലധികം ആൾക്കാർ ഇതുകൊണ്ടാണ് മരിക്കുന്നത്. വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സ്വലാഹി, ജനറൽ സെക്രട്ടറി TK നിഷാദ് സലഫി എന്നിവർ പ്രസംഗിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ K സജ്ജാദ, അബ്ദുള്ള അൻസാരി, ഡോക്ടർ അൻഫസ് മുക്രം, സുഹൈൽ PU, ഷബീബ് മഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചിത്രകാരൻ NM ജയരാജന്റെ ആദ്യ ചിത്ര പ്രദർശനം ഓഗസ്റ്റ് 10 മുതൽ 16 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ സന്ദർഭങ്ങൾ ഉൾക്കൊള്ളിച്ച് രചിച്ച ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. നവതി ആഘോഷിച്ച MT സാറിനോടുള്ള ആദരവും
ആരാധനയും കൊണ്ട് അവർ ആദരവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ചിത്രകാരനല്ല, പക്ഷെ കുറച്ച് പഠിക്കുക ചെയ്തിട്ടുണ്ട്. അപ്പം അക്രിലിക്കിൽ വരച്ച 44 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 10 ശനിയാഴ്ച ആർട്ടിസ്റ്റ് മദനൻ നിർവഹിക്കും. മലയാളത്തിന്റെ പ്രിയ കഥാകാരനായ MTയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതിനായാണ് ഇത്തരമൊരു പ്രദർശനം നടത്തുന്നതെന്ന് ചിത്രകാരൻ NM ജയരാജൻ പറഞ്ഞു. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടിട്ടും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന അപ്പുണ്ണി എന്ന കഥാപാത്രം ചെറുപ്പത്തിൽ മനസ്സിന് നൽകിയ ഉത്തേജനവും ചിത്രപ്രദർശനത്തിന് പ്രചോദനമായെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ഒരു വലിയ കഥാകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ ഇത് ഞാൻ പറയുമ്പോൾ ഇത് പുതുതലമുറയ്ക്ക് കൂടി ഒരു കാരണം ഞങ്ങളുടെ തലമുറകളിൽ എല്ലാവരും 4 കെട്ട് പലതവണ വായിച്ചവരായിരിക്കും. പക്ഷെ പുതിയ തലമുറയ്ക്ക് ചിലപ്പം അവർക്ക് ഇത് കണ്ടിട്ടെങ്കിലും കൂടുതൽ ആൾക്കാർ അത് വായിക്കുക, ഇപ്പോഴത്തെ പുതിയ തലമുറ വായിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിലുണ്ട്. NM ജയരാജന്റെ ആദ്യ ചിത്ര പ്രദർശനമാണിത്. വാർത്താസമ്മേളനത്തിൽ ശ്യാംകുമാർ കക്കാട്, NM മോഹനൻ, അനിത തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ഇതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമത്തിൽ വേണ്ട ഭേദഗതി വരുത്തി ദേശീയ ദുരന്ത മേഖലയായി പ്രഖ്യാപിക്കുന്നതിന് സമാനമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പ്രധാനമന്ത്രി, കേരള ഗോവ ഗവർണർമാർ, കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചതായും പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവരെ അറിയിച്ചു. ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് 29 കോടി രൂപയ്ക്ക് ഛത്തീസ്ഗഡ് കമ്പനിക്ക് വിൽപ്പന നടത്തിയ സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ്, ഫറൂഖ്, ബേപ്പൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ നടന്ന സമരപരിപാടി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ അധ്യക്ഷത വഹിച്ചു. KPCC അംഗങ്ങളായ MP ആദം മുൽസി, UV ദിനേശ് മണി, DCC ഭാരവാഹികളായ K സുരേഷ്, P കുഞ്ഞുമൊയ്തീൻ, V മുഹമ്മദ് ഹസൻ, MP ജനാർദ്ദനൻ, രമേശ് നമ്പിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് P രാജീവ്, റഷീദ് കൊളത്ര, INTUC ജില്ലാ സെക്രട്ടറി ഷാജി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ മലയിൽ ഗീത, ശശികല, ഉണ്ണി തുടങ്ങിയവരും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായ കോടതി വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുറ്റ്യാടി കോഴിക്കോട് റോഡിലെ കുഴികൾ കാരണമുള്ള യാത്രാ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് BK സജീവൻ. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കേരളം പ്രയോജനപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ മുൻ ഭരണസമിതിയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും കോർപ്പറേഷന്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ ഓഡിറ്റിംഗിന് വിധേയമായിക്കൊണ്ടാണെന്നും ചെയർമാൻ V കുഞ്ഞാലി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.